സർക്കാരിന്റെ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? കായിക മന്ത്രി സ്പെയിൻ സന്ദർശിച്ചിട്ടുണ്ട്. കായിക വകുപ്പ് സെക്രട്ടറി, കായിക യുവജനകാര്യ ഡയറക്ടർ ഇവരൊക്കെ മന്ത്രിയെ അനുഗമിച്ചിട്ടുണ്ട്. അവർ പോയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്താനും അതുപോലെ അർജന്റീന ടീമിനെ, ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കായിക മന്ത്രി സംഘവും പോയത് എന്ന് പറയുന്ന വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടി കൈവശമുണ്ട്. അപ്പോൾ കായിക മന്ത്രി മാത്രമല്ല അതിന് 13 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നത് മറുപടിയും കൈവശമുണ്ട്. അപ്പോൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് കായിക മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇതെന്തോ വീട്ടിലെ കാര്യം ചോദിച്ച പോലെ അല്ല കായിക മന്ത്രി മറുപടി പറയേണ്ടത്. ഇതിന് കൃത്യമായി മറുപടി പറയണം. എന്തിനാണ് ജനങ്ങളെ കബളിപ്പിച്ചത്? മെസ്സിയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയത്? ഇതിൻ്റെ മറവിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? കേരളത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്പോൺസർ എന്ന് പറയുന്നത്, പുറത്തുള്ളൊരു വ്യക്തിയാണ്. കേരള സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം മുടക്കിയത്. ഈ പണം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ? 139 കോടി രൂപ അയച്ചു എന്നാണ് നേരത്തെ അവകാശവാദം സ്പോൺസർ ഉന്നയിച്ചത്. അങ്ങനെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പുറത്തുവിടണം. കാരണം സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം സ്വകാര്യ വ്യക്തിയാണെങ്കിലും വേറെ വ്യക്തിയാണെങ്കിലും ചെലവഴിച്ചത്. ഈ പണം ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ പുറത്തുവിടാൻ കായിക മന്ത്രി തയ്യാറുണ്ടോ? കായിക മന്ത്രിക്ക് ഇതിലുള്ള പങ്കെന്താണ്? സ്പോൺസർക്ക് ഇതിലുള്ള പങ്കെന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയുള്ള അവതാരങ്ങളെയൊന്നും സർക്കാരിൻ്റെ അധികാര ഇടനാഴികളിൽ കാണില്ല എന്നാണ്. മുഖ്യമന്ത്രി അറിയാതെയാണോ ഇത് ചെയ്തത്? ഞാൻ ചോദിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ഇന്റലിജൻസ് വകുപ്പിന്റെ ഹെഡ്. ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള, നിരവധി വഞ്ചന കേസിൽ, തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കേരള പോലീസ്, പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിൻ്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് അറിയില്ലേ? എങ്കിലും മുഖ്യമന്ത്രി പറയട്ടെ, മുഖ്യമന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തെ ഈ സ്പോൺസറാക്കിയത്, അദ്ദേഹത്തെ കല്ലൂർ സ്റ്റേഡിയത്തിന് നവീകരണം ഏൽപ്പിച്ചത്, സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെയും വീട്ടിലെ കല്യാണം ഇത്തരം തട്ടിപ്പ് കേസിൽ ഒരു പ്രതി ഏൽപ്പിക്കാം അതിൻ്റെ ഇവന്റ് നടത്താൻ? എന്നിട്ടല്ലേ സർക്കാരിന് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിൻ്റെ ഇവന്റ് ഏൽപ്പിക്കാം, നമുക്ക് ധൈര്യം ഉണ്ടാവുമോ? കാരണം പറഞ്ഞതൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് വഞ്ചനയും തട്ടിപ്പും നടത്തി നിരവധി ആളുകളെ പണം തട്ടിയെടുത്ത് അപഹരിച്ച് കേസുകളിൽ പ്രതിയായി റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ സർക്കാർ എങ്ങനെയാണ് ഏൽപ്പിച്ചത്? അതിൻ്റെ സർക്കാരിൻ്റെ താല്പര്യം എന്താണ്? സർക്കാരിൻ്റെ നേട്ടം എന്താണ്? ഇവർക്കുള്ള നേട്ടം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പോകുന്നു. കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ട് വളരെ പാവങ്ങളായ ആദിവാസികളും അതുപോലെ തന്നെ ചെറുകിട ഭൂവുടമകളും ഒക്കെ ഇതിന്റെ ദുരന്തഫലം അനുഭവിക്കാൻ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.